വയസ്സെന്നത് നമ്മളൊക്കെ കേട്ട് ശീലിച്ച ഒരു നമ്പറാണ്. ഈ പ്രായം എത്തുമ്പോൾ പണിയൊക്കെ നിർത്തി റെസ്റ്റ് എടുക്കാമെന്നാണല്ലോ ഒരു വെപ്പ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആയുസിന്റെ പകുതിയിലധികം ഓടിത്തീർത്ത് ആരോഗ്യം പകുതിയും പോയി കഴിഞ്ഞ് കിട്ടുന്ന ആ വിശ്രമത്തിന് പഴയ ആ ഒരു സുഖമുണ്ടാകുമോ? ഇവിടെയാണ് നമ്മൾ ഗിയർ ഒന്ന് മാറ്റേണ്ടത്. റിവേഴ്സ് റിട്ടയർമെന്റ് ഇതൊരു പുതിയ സംഭവമാണ്. ജോലിയിൽ നിന്ന് ആകെ വിരമിക്കാൻ 60 വയസ്സ് വരെ കാത്തിരിക്കുന്നതിന് പകരം കരിയറിനിടയിൽ തന്നെ ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. കേൾക്കുമ്പോൾ കുറച്ച് റിസ്കി ആയിട്ട് തോന്നാം, പക്ഷെ ഇതിലൊരു ലോജിക് ഉണ്ട്. അതൊന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ ചുറ്റും ഇപ്പോൾ നടക്കുന്ന കാര്യമാണിത്. ഒരു IT എംപ്ലോയിയുടെ കാര്യം തന്നെ എടുക്കാം. 10 കൊല്ലം രാപ്പകലില്ലാതെ പണിയെടുത്തു, നല്ല ശമ്പളമുണ്ട്, പക്ഷെ ജീവിതമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ലാപ്ടോപ്പിന് മുന്നിലിരിക്കുന്നു, ഉറങ്ങുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ജീവിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ആ ജീവിതം കരിയറിന്റെ അവസാനം മാത്രം മതിയോ? ഇവിടെയാണ് മിനി റിട്ടയർമെന്റുകളുടെ പ്രസക്തി. 6 മാസമോ 1 വർഷമോ നീളുന്ന ഒരു ലോങ് ബ്രേക്ക്. അത് പ്ലാൻ ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാകും? നമ്മൾ കഴിഞ്ഞ തവണ IT മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഒരുപാട് കമന്റുകൾ കണ്ടിരുന്നു. പലർക്കും പേടിയാണ്, ജോലി പോയാൽ എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചാലോ? ജോലി പോകുന്നത് വരെ കാത്തിരിക്കാതെ നമ്മൾ തന്നെ തീരുമാനിച്ച ഒരു സമയത്ത് കൃത്യമായി പ്ലാനിങ്ങോടെ 1 വർഷം ലീവ് എടുക്കുന്നു. പുതിയൊരു സ്കിൽ പഠിക്കാനോ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ആകാം. ഇതിനെ വെറുതെ ഒരു അവധിക്കാലം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു സാമ്പത്തിക പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഇത് എല്ലാവർക്കും പറ്റുമോ എന്നായിരിക്കും ചോദ്യം. എല്ലാവർക്കും നടക്കണമെന്നില്ല. പക്ഷെ ഒരു സ്കിൽഡ് പ്രൊഫഷണലിനോ ഒരു ഫ്രീലാൻസർക്കോ അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കോ ഇത് ഗൗരവമായി ആലോചിക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും. അപ്പോൾ ആ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന 1 വർഷം സത്യത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. പക്ഷെ ഇതിനൊരു മറുപുറമുണ്ട്. കയ്യിൽ കാശില്ലാതെ ഇത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ പണി പാടും. ഇവിടെയാണ് കണക്കുകൾ വരുന്നത്. മിനി റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു സോളിഡ് എമർജൻസി ഫണ്ടാണ്. സാധാരണ നമ്മൾ 6 മാസത്തെ ഫണ്ട് മതി എന്ന് പറയും. പക്ഷേ 1 വർഷത്തെ ബ്രേക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് കുറഞ്ഞത് 12 മാസത്തെ എമർജൻസി ഫണ്ട് വേണം. അതായത് ജോലി ഇല്ലെങ്കിലും നിങ്ങളുടെ EMI, വീട്ടിലെ ചെലവുകൾ, ഇൻഷുറൻസ് പ്രീമിയം എന്നിവയൊന്നും മുടങ്ങരുത്. ഒരു സ്മോൾ ബിസിനസ് ഓണർ ആണെങ്കിൽ പുള്ളിയുടെ ബിസിനസ് റണ്ണിംഗ് കോസ്റ്റ് കൂടി ഇതിൽ വരും. പിന്നെ വേണ്ടത് പാസീവ് ഇൻകം സോഴ്സുകളാണ്. നിങ്ങൾ ജോലി ചെയ്യാത്ത ആ കാലയളവിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ചെങ്കിലും പണം വരണം. അതൊരു മ്യൂച്വൽ ഫണ്ട് ഡിവിഡൻഡ് ആകാം, വാടകയിൽ നിന്നുള്ള വരുമാനമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവിങ്സ് ആകാം. വരുന്നത് എത്ര ചെറിയ തുകയാണെങ്കിലും അത് തരുന്നൊരു കോൺഫിഡൻസ് വലുതാണ്. നമ്മൾ ശ്രദ്ധിച്ചോ? ഇത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വെറുതെ ഒരു ബ്രേക്ക് എന്നതിലുപരി നമ്മളെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് ഇത് എത്തിക്കും. നമ്മളൊരു കാര്യം മിസ് ചെയ്യുന്നുണ്ട്: സ്കിൽ അപ്ഗ്രഡേഷൻ. നിങ്ങൾ 6 മാസം കരിയറിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ പുതിയ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് നോക്കണം. ആ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പഴയ ശമ്പളത്തിനേക്കാൾ കൂടുതൽ വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ തിരിച്ചെത്തണം. ആ ഒരു ഉറപ്പില്ലാത്ത ജോലി വിടുന്നത് ബുദ്ധിമുട്ടാകും. ആ സമയം ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുക. റിസ്കുകൾ ഇല്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. ഇൻഷുറൻസ് ആണ് അതിൽ പ്രധാനം. മിക്കവരും കമ്പനി തരുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസിനെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. ജോലി വിടുമ്പോൾ ആ പരിരക്ഷ പോകും. അതുകൊണ്ട് സ്വന്തമായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മാറ്റിവെക്കാൻ പാടില്ല. അതുപോലെ തന്നെ കരിയർ ഗ്യാപ്പ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തുകൊണ്ട് 1 വർഷം മാറി നിന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വേണം. വെറുതെ ഇരുന്നു എന്നല്ല, ആ സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, പഠിച്ച സ്കില്ലുകൾ, അതായിരിക്കണം നിങ്ങളുടെ മറുപടി. ഈ റിവേഴ്സ് റിട്ടയർമെന്റ് ഐഡിയ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇത് വല്ലാത്തൊരു റിസ്ക് അല്ലേ എന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് അവസാനം എല്ലാം ആസ്വദിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ സമയമുണ്ടാകും, പണമുണ്ടാകും, പക്ഷെ അത് ആസ്വദിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകുമോ? അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അത് ആസ്വദിക്കാനും പഠിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ സേവിങ്സിന്റെ വലിയൊരു ഭാഗം ഒരിക്കലും ഈ മിനി റിട്ടയർമെന്റിനായി ചെലവാക്കരുത്. അതൊരു ലോങ് ടേം പ്ലാനിങ്ങിനെയും ബാധിക്കരുത്. നമ്മുടെ റെഗുലർ ഇൻവെസ്റ്റ്മെന്റുകൾ മുടങ്ങാത്ത രീതിയിലുമായിരിക്കണം ഈ ബ്രേക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതൊരു ബാലൻസിങ് ആക്ട് ആണ്. ഒരു വശത്ത് നിങ്ങളുടെ കരിയർ, മറുവശത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്. ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. ഇവിടെ നമ്മൾ നിർത്തേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഓടിത്തീർക്കാനുള്ള ഒരു റേസ് അല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നിൽക്കാം,
ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം, എന്നിട്ട് വീണ്ടും ഓടാം. ഈ റിവേഴ്സ് റിട്ടയർമെന്റ് എന്ന കൺസെപ്റ്റ് നിങ്ങളെ അതിന് സഹായിക്കും. എല്ലാവർക്കും ഇത് ഉടനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഇതിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങാം. ഒരു ചെറിയ കണക്ക് കൂട്ടി നോക്കൂ. ഒരു വർഷം മാറി നിൽക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടിവരും? നിങ്ങളുടെ മാസ ചെലവ് എത്രയാണ്? അത് 12 കൊണ്ട് ഗുണിച്ചു നോക്കൂ. ആ തുക കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് അത്ര വലിയ ബാലികേറ മലയൊന്നുമല്ല എന്ന്. കൃത്യമായ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ആർക്കും പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം ഒരു ബ്രേക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു വർഷത്തെ ബ്രേക്ക് കിട്ടിയാൽ പണത്തെക്കുറിച്ച് ടെൻഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇതുപോലെ ചിന്തിക്കാൻ കഴിയുമെന്ന്.